പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാം തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് ഇപ്രകാരമാണ് സംസാരിക്കുക: ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. ഈശോ നമുക്ക് വെച്ച് നീട്ടുന്ന മാതൃക എളിമയുടെ മാതൃകയാണ്. സ്വയം ശൂന്യനാകുവാനും മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീരുവാൻ തക്കവണ്ണം തന്നെ താഴ്ത്തിയ കർത്താവിൻ്റെ മാതൃക. ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പുള്ള 30 വർഷങ്ങൾ ഈ എളിമയുടെ ഉദാത്ത മാതൃകയാണ്. ഒരു കുടുംബത്തിൻ്റെ അകത്തളത്തിൽ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുള്ള നീണ്ട 30 വർഷങ്ങൾ. യഥാർത്ഥത്തിൽ ഈശോ സ്വയം എളിമപ്പെടുവാൻ കരുതിവച്ച വർഷങ്ങൾ. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് മറയ്ക്കപ്പെട്ട കീർത്തിയറ്റ ജീവിതം വലിയ സുരക്ഷിതത്വം നൽകും. ഈശോയുടെ എളിമ നമ്മെയും സ്പർശിക്കട്ടെ. നമുക്ക് സുരക്ഷിതത്വം നൽകുവാനും നമ്മെ പടുത്തുയർത്തുവാനും ചില വരൾച്ചയുടെ നാളുകൾ കർത്താവ് നമുക്കും തരും. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പോഴും ഈശോ പറയും: നിന്നെ എളിമയിൽ വളർത്തുവാൻ ഞാൻ ഒരുക്കിയ നാളുകളാണ് ഇത്. നമുക്കും നമ്മുടെ ജീവിതത്തെ എളിമ എന്ന പുണ്യത്തിൽ ആഴപ്പെടുത്താം. ഈശോയുടെ എളിമ നമ്മളെയും സ്പർശിക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എളിമയെന്ന പുണ്യത്തിലൂടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കർത്താവ് തരട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.